കേക്കുണ്ടാക്കാൻ ഇഷ്ടമാണോ? ആ ഇഷ്ടം ഒരു വരുമാനമാക്കി മാറ്റിയാലോ? കൊള്ളാവല്ലേ? അപ്പോ എങ്ങനെ വീട്ടിലിരുന്ന് കേക്കുണ്ടാക്കി ഒരു കിടിലൻ ബിസിനസ് തുടങ്ങാം? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഒന്നുകൂടി ആലോചിച്ചു നോക്കിക്കേ, കേക്കുണ്ടാക്കി ഒരു വരുമാനം കണ്ടെത്താൻ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായും ഉപകാരപ്പെടും. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ് എന്ന് പറയുന്നത്? ഇതിനത്ര വലിയ സാധ്യതയൊക്കെ ഉണ്ടോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് കേക്കുകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി നേരിട്ട് അവർക്ക് കൊടുക്കുന്നു. അത്രയുള്ളൂ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അത് ഫ്രഷ് ആയിരിക്കണം. രണ്ട്, അത് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ബർത്ത്ഡേ, ആനിവേഴ്സറി, കല്യാണം, എന്തിനൊരു ചെറിയ ഗെറ്റ് ടുഗെദർ ആയാലും കേക്കില്ലാതെ എന്താഘോഷം, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിമാൻഡ് ഒരിക്കലും കുറയില്ല. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഓർഡർ കിട്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ സാധനങ്ങൾ വേസ്റ്റ് ആവില്ല, കയ്യിന്ന് കാശും പോവില്ല. വലിയ കടയൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ വൃത്തിയുള്ള അടുക്കള അത് മതി. ഓക്കേ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇത് തുടങ്ങാൻ എന്ന് ചെലവ് വരും? കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് പോകുമോ? ഇതായിരിക്കും ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം. നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് തുടക്കത്തില് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു ഓവനാണ്. ഒരു ബേസിക് OTG ഓവന് ഒരു 6000 തൊട്ട് 8000 രൂപ വരെ വരും. പിന്നെ കുറച്ച് കേക്ക് ടിന്നുകളും മോൾഡുകളും, അതിനൊരു 1500 രൂപ. ഒരു ഹാൻഡ് മിക്സർ വേണം, അതിനൊരു 1000 രൂപ. പിന്നെ കുറച്ച് അസംസ്കൃത വസ്തുക്കൾ വാങ്ങണമല്ലോ, മൈദ, പഞ്ചസാര, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിനൊരു 2000 രൂപ. പിന്നെ പാക്ക് ചെയ്യാനുള്ള ബോക്സും ബോർഡുമൊക്കെ വേണ്ടേ, അതിനും ഒരു 1000 രൂപ മാറ്റിവെക്കാം. അപ്പോ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ എത്രയായി? ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 രൂപ. അതെ, അത്രയുള്ളൂ. ഈ ഒരു തുക കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. ഇത് വലിയൊരു തുകയല്ല, അല്ലേ? ശരി, അപ്പോ കാശ് മുടക്കുന്ന കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കാം? വെറുതെ ഉണ്ടാക്കി വിറ്റാ പോരല്ലോ, കറക്റ്റായിട്ട് വിലയിടണം, ഏതൊക്കെ കേക്ക് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. തുടങ്ങുമ്പോൾ തന്നെ ഒരു 10 തരം കേക്ക് ഉണ്ടാക്കാനും ഒന്നും നിൽക്കരുത്. നമ്മൾ ആകെ കൺഫ്യൂഷനാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2-3 ഐറ്റംസിൽ തുടങ്ങിയാൽ മതി. ഉദാഹരണത്തിന് ചോക്ലേറ്റ് കേക്ക്, വാനില കേക്ക്, അല്ലെങ്കിൽ ഒരു ടീ കേക്ക്. ഇതിനൊക്കെ എപ്പോഴും ഡിമാൻഡുണ്ട്. പിന്നെ പതിയെ ഓർഡറൊക്കെ കൂടി വരുമ്പോൾ റെഡ് വെൽവെറ്റ് പോലെയുള്ള കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഐറ്റംസ് മെനുവിൽ ചേർത്താൽ മതി. ഇനി നമുക്കൊരു കണക്ക് നോക്കാം. അപ്പൊ സംഭവം ക്ലിയർ ആവും. 1 കിലോ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വരുന്ന ചിലവ് എത്രയായിരിക്കും? അതായത് അതിലെ സാധനങ്ങള്, കറണ്ട് ബില്ല്, പാക്കിംഗ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 350 രൂപ വരും. ഓർക്കണം, ഇതിൽ നമ്മുടെ അധ്വാനം കൂട്ടിയിട്ടില്ലാട്ടോ. ശരി, ഇനി ഇതേ കേക്ക് നമ്മൾ എത്ര രൂപയ്ക്കാ വിൽക്കുക? മാർക്കറ്റിൽ ഇതിന് ഈസിയായിട്ട് 800 മുതൽ 1000 രൂപ വരെ കിട്ടും. അപ്പോ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. ഒരു കേക്ക് വിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലാഭം ഏകദേശം 450 മുതൽ 650 രൂപ വരെയാണ്. കൊള്ളാല്ലേ? ഒരു ദിവസം 1-2 ഓർഡർ കിട്ടിയാൽ തന്നെ സംഭവം കളറായി. ഓക്കെ, അപ്പോൾ കേക്കുണ്ടാക്കി, ലാഭത്തിന്റെ കണക്കും മനസ്സിലായി. ഇനി ഓർഡർ എങ്ങനെ എടുക്കണം, പാക്കിംഗ് എങ്ങനെ ചെയ്യണം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതാണ് നമ്മുടെ ബിസിനസ്സിന് ഒരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കുന്നത്. ഓർഡർ എടുക്കാൻ ഒരു സിമ്പിൾ സിസ്റ്റം ഉണ്ടാക്കിയാൽ മതി. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, ബുക്കിംഗിന് വാട്സാപ്പ് ഉപയോഗിക്കുക. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. 2, എപ്പോഴും പ്രീ ഓർഡർ മാത്രം എടുക്കുക. ചുരുങ്ങിയത് ഒരു ദിവസം മുൻപെങ്കിലും ഓർഡർ കിട്ടണം. 3, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, 50% പൈസ അഡ്വാൻസായി വാങ്ങുക. എന്തിനാണെന്നറിയോ? ചുമ്മാ ഓർഡർ തന്ന് പറ്റിക്കുന്നവരെ ഒഴിവാക്കാനും നമ്മുടെ സാധനങ്ങൾ വെറുതെ വേസ്റ്റ് ആകാതിരിക്കാനും ഇത് സഹായിക്കും. പാക്കേജിംഗിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നല്ല ഉറപ്പുള്ള, വൃത്തിയുള്ള ഒരു കേക്ക് ബോക്സും ബോർഡും തന്നെ ഉപയോഗിക്കണം. അതിന്റെ മുകളിൽ നമ്മുടെ പേരുള്ള ഒരു ചെറിയ സ്റ്റിക്കർ, പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ. ഇത്രേ വേണ്ടൂ. നല്ല പാക്കിംഗ് കാണുമ്പോൾ തന്നെ കസ്റ്റമർക്കൊരു വിശ്വാസം വരും. നമ്മൾ ചോദിക്കുന്ന വില തരാൻ അവർക്കൊരു മടിയും തോന്നില്ല. കാരണം ആ ഒരു ക്വാളിറ്റി അവർക്ക് ഫീൽ ചെയ്യും. ശരി, ബിസിനസ്സൊക്കെ സെറ്റായി. ഇനി ആൾക്കാരെ എങ്ങനെ അറിയിക്കും? കസ്റ്റമേഴ്സിനെ എവിടെ നിന്ന് കിട്ടും? പേടിക്കണ്ട, അതിനും സിമ്പിൾ വഴികളുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫോൺ തന്നെ ധാരാളം. നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അതിൽ നല്ല ഭംഗിയുള്ള ഫോട്ടോസും റീൽസുമൊക്കെ ഇട്ടാൽ സംഗതി പെട്ടെന്ന് ക്ലിക്കാവും.
പിന്നെ നമ്മുടെ നാട്ടിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളില്ലേ, അതിലൊക്കെ പോസ്റ്റ് ചെയ്യാം. തുടക്കത്തിൽ നമ്മുടെ അടുത്തുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്താൽ മതി. പതിയെ പതിയെ അത് വലുതാക്കാം. ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഇതൊരു ഭക്ഷണ ബിസിനസ്സാണ്. അതുകൊണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമർക്ക് നമ്മളെ വിശ്വസിച്ച് വീണ്ടും ഓർഡർ തരൂ. ബിസിനസ് കുറച്ചുകൂടി വലുതാവുമ്പോൾ ഒരു FSSAI രജിസ്ട്രേഷനൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ വിശ്വാസ്യത ഒരുപാട് കൂട്ടും. ഓക്കേ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഓടിച്ചു നോക്കിയാലോ? ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മൾ തീർച്ചയായും ഓർത്തുവെക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ഒന്ന് ഓർത്തുവെച്ചോളൂ. ഓർഡർ എടുക്കുമ്പോൾ എപ്പോഴും അഡ്വാൻസ് വാങ്ങുക. തുടക്കത്തിൽ 2-3 കേക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പാക്കേജിംഗ് എപ്പോഴും നല്ല പ്രൊഫഷണൽ ആയിരിക്കണം. പിന്നെ നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ തന്നെ വിലയിടണം. ഇതിന്റെ ഒന്നും ഓപ്പോസിറ്റ് ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോ ആർക്കൊക്കെയാണ് ഈ ബിസിനസ് ഏറ്റവും ചേർന്നതെന്ന് നോക്കാം. വീട്ടമ്മമാർക്ക് അവരുടെ ഒഴിവു സമയം ഉപയോഗിക്കാം. സ്റ്റുഡൻസിന് ഒരു പോക്കറ്റ് മണിയാക്കാം. ജോലി ചെയ്യുന്നവർക്ക് ഒരു സൈഡ് ഇൻകമായിട്ട് തുടങ്ങാം. ചുരുക്കി പറഞ്ഞാൽ ബേക്കിങ്ങിനോട് കുറച്ചെങ്കിലും ഇഷ്ടവും താൽപ്പര്യമുള്ള ആർക്കും ധൈര്യമായി തുടങ്ങാൻ പറ്റിയ ഒന്നാണത്. നോക്കൂ, വളരെ ചെറിയൊരു മുതൽമുടക്കിൽ തുടങ്ങി വലിയൊരു അവസരമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയയാണിത്. നിങ്ങളുടെ കഴിവും താൽപ്പര്യവും പിന്നെ കുറച്ച് അച്ചടക്കവും ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചാൽ ഈ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ് നിങ്ങളെ ഒരു സംശയം വേണ്ട ഒരു മികച്ച വരുമാനത്തിലേക്ക് എത്തിക്കും. അപ്പോ എന്തു പറയുന്നു? ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ?